അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഇസ്ലാം കളിയെയും വിനോദങ്ങളെയുമൊക്കെ ഒരു പരിധിവരെ അംഗീകരിക്കുകയും അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ സന്ദർഭങ്ങളിൽ നമ്മൾ വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ, കളികളിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില മര്യാദകളും കാര്യങ്ങളുമുണ്ട്. പണ്ഡിതന്മാർ ഉണർത്തിയതുപോലെ മതപരമായി വിലക്കപ്പെട്ടവ ആകരുത് അത്തരം കളികളും വിനോദങ്ങളും. അതായത് കളിയുടെ അല്ലെങ്കിൽ വിനോദങ്ങളുടെ പേരിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമുകളൊന്നും ഹലാലുകളാവുന്നില്ല എന്നർത്ഥം. ചൂതാട്ടം, പണം വെച്ചുകൊണ്ടുള്ള കളികൾ, വിനോദങ്ങൾ, അതേപോലെ അത്തരത്തിലുള്ള നിഷിദ്ധങ്ങളായ എന്തെങ്കിലുമൊക്കെ അടങ്ങുന്നതാണ് ആ കളിയും വിനോദവുമെങ്കിൽ ഒരു വിശ്വാസിക്കത് അനുവദനീയമല്ല. അപ്രകാരം തന്നെ നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ആത്മാവിനോ ഒക്കെ ദോഷകരമാകുന്ന, ഉപദ്രവകരമാകുന്ന കാര്യങ്ങളാണ് അവയെങ്കിൽ അതും നിഷിദ്ധമാണ്, അനുവദനീയമല്ല. അതേപോലെ ഇസ്ലാമിക വിശ്വാസ ആചാരങ്ങൾക്ക് എതിരാകുന്ന കളി വിനോദങ്ങൾ, അത്തരം കളിയും വിനോദവും നാം ഒഴിവാക്കേണ്ടതാണ്. മതം അനുശാസിക്കുന്ന നിർബന്ധ ബാധ്യതകൾ നഷ്ടപ്പെടുത്തുന്ന വിധത്തിലാണ് കളികളും വിനോദങ്ങളുമെങ്കിൽ അവയും നമുക്ക് പാടുള്ളതല്ല. നമസ്കാരം, നോമ്പ്, അതേപോലെ മാതാപിതാക്കളെ ശ്രദ്ധിക്കലും അനുസരിക്കലുമൊക്കെ തുടങ്ങി മതം നമ്മളോട് നിർദ്ദേശിച്ച അനിവാര്യമായ നിർബന്ധ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ കളി വിനോദങ്ങൾ തടസ്സമായി നിൽക്കുവാൻ പാടുള്ളതല്ല. അപ്രകാരം തന്നെ കേവല ഭാഗ്യനിർഭാഗ്യങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന കളികൾ, അതും ഇസ്ലാമികമായി ശരിയല്ല എന്നാണ്. ഉദാഹരണം, പാമ്പും കോണിയും കളിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഅബ ബിൻ നർദശീർ ഫകഅന്നമാ സബഗ യദഹു ഫീ ലഹ്മി ഖിൻസീരിൻ വദമി. ആരെങ്കിലും ഇത്തരത്തിലുള്ള കട്ടകൾ ഇട്ടുകൊണ്ട് ഭാഗ്യനിർഭാഗ്യങ്ങൾ നിർണയിച്ചു നടത്തുന്ന അത്തരം കളികൾ, അതാണ് നർദശീർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ആരെങ്കിലും അത്തരം കളികളിൽ ഏർപ്പെട്ടാൽ ഫകഅന്നമാ സബഗ യദഹു ഫീ ലഹ്മി ഖിൻസീരിൻ വദമി, പന്നിയുടെ മാംസവും രക്തവുമായി തൻ്റെ കൈ മലിനമാക്കിയവനെ പോലെയാണ് എന്നാണ്. എന്നാൽ മനുഷ്യന് ഏതെങ്കിലും തരത്തിൽ ഉപകാരമുള്ള, ശരീരത്തിനും മനസ്സിനുമൊക്കെ ഉന്മേഷവും ആരോഗ്യവും ഊർജ്ജസ്വലതയുമൊക്കെ പകരുന്ന കളികളാണ് എങ്കിൽ അത് നല്ലതാണ്, അനുവദനീയമാണ് എന്നതിൽ തർക്കമില്ല. നീന്തൽ പോലെ, അമ്പെയ്ത്ത് പരിശീലിക്കുന്നത് പോലെ, കുതിരസവാരി പരിചയിക്കുന്നത് പോലെ അത്തരത്തിലുള്ള കായികമായ അഭ്യാസങ്ങൾ നമുക്ക് നന്മകൾ നൽകുന്നതാണ്. അപ്രകാരം തന്നെ മതപരമായ അറിവും കഴിവും വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കളികൾ, ക്വിസ് മത്സരങ്ങൾ പോലെ, അതേപോലെ പരിശുദ്ധ ഖുർആൻ സുന്ദരമായി പാരായണം ചെയ്യുവാനുള്ള പരിശീലനങ്ങളും മത്സരങ്ങളും പോലെ ഇവയെല്ലാം അനുവദനീയമാണ് എന്നതിനേക്കാൾ ഉപരി അഭികാമ്യമായ നല്ല മത്സരങ്ങളും കളികളുമാണ്. വതുഅ്ജറു അലൈഹൽ ലാഇബു മത്താ ഹസുനത് നിയ്യതുഹു. അത്തരം കളികളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ തീർച്ചയായും അതിന് പ്രതിഫലവും കിട്ടും എന്നും പണ്ഡിതന്മാർ ഉണർത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ അമ്പെയ്ത്ത് നടത്തുന്നത്, അങ്ങനെ അമ്പെയ്ത്ത് പരിശീലിക്കുന്നതും അതിൽ അവർ മത്സരം നടത്തുന്നതുമൊക്കെ കണ്ടുകൊണ്ട് പറഞ്ഞു, ഇർമൂ ബനി ഇസ്മായിൽ ഫഇന്ന അബാക്കും കാന റാമിയ. അല്ലയോ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളെ, നിങ്ങൾ അമ്പെയ്ത്ത് പരിശീലിക്കുക. തീർച്ചയായും നിങ്ങളുടെ പിതാവ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ലൊരു അമ്പെയ്ത്തുകാരനായിരുന്നു എന്നാണ്. അഥവാ അത്തരം നന്മകളുള്ള, ഉപകാരമുള്ള കളികളും വിനോദങ്ങളും കായിക പ്രകടനങ്ങളുമൊക്കെ ആകാം എന്നാണ് അത് പഠിപ്പിക്കുന്നത്. ഇതിനോട് ഖിയാസാക്കി, തുലനം ചെയ്തിട്ടാണ് പണ്ഡിതന്മാർ ഇതുപോലെയുള്ള മറ്റ് കളികളെയും വിനോദങ്ങളെയും ചേർത്ത് പറഞ്ഞത്. അതായത് തിന്മകളിൽ നിന്ന് മുക്തമായ, മനുഷ്യന് നന്മകൾ നൽകുന്ന അത്തരം കളികളും വിനോദങ്ങളും ഇസ്ലാമികമായി അനുവദനീയമാണ്, നല്ലതാണ്. എന്നാൽ തിന്മകളിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ.
സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.